കുറച്ച് ദിവസമായിട്ട് നമ്മുടെ സുരേഷ് ഗോപിയേട്ടൻ തൃശ്ശൂരിലൂടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്ന പടം ഓരോരുത്തരും എനിക്ക് അയച്ചു തന്നിട്ട് ഇതെന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സത്യത്തിൽ നിങ്ങൾക്കാർക്കും വശമില്ലാത്തത് കൊണ്ടാണ്, അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. നമ്മൾ ഈ സെലിബ്രിറ്റികളായും പല വിഗ്രഹങ്ങളായും കാണുന്ന ആളുകൾക്കെല്ലാം ഒരു 50 പൈസയുടെ കുറവുണ്ട്. 50 പൈസയുടെ കുറവെന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല, ഇവരൊക്കെ ജീവിക്കുന്നത് ഇവരുടെ ഒരു സ്വപ്നലോകത്താണ്. ഈ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ എളുപ്പമുള്ളതാണെങ്കിലും അത് വളരെ സ്കിൽഫുള്ളായി വളരെ ഇൻവോൾവായി ഒക്കെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. എന്നാൽ അത് ഈ പറയുന്നത് പോലെ സിനിമാ നടന്മാരും ആ മേഖലയിലുള്ള ആളുകളും ഒക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ അവരുടെ ഒരു മനോഗതിക്കനുസരിച്ച് ഇതിനൊത്തിരി മാറ്റം വരും. ഇപ്പോൾ സുരേഷ് ഗോപി തൽക്കാലം അവിടെ നിന്ന് ജയിച്ചെങ്കിലും സുരേഷ് ഗോപി വലിയൊരു ബാധ്യതയായി മാറും. ആ ബാധ്യതയായി മാറുന്നത് എന്താണെന്ന് വെച്ചാൽ, പരമ്പരാഗതമായി സംഘപരിവാർ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രവർത്തിച്ച ഒരുപാട് നേതാക്കളുണ്ട്. അവർക്ക് ജനപിന്തുണ ഏറെയും കുറഞ്ഞുമൊക്കെ ഉണ്ടാവുമെങ്കിലും അവർക്ക് അവരുടേതായ ഒരു പൊളിറ്റിക്കൽ കൾട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ രൂപപ്പെടുത്തിയെടുത്ത ഒരു ശൈലിയുണ്ട്. ആ ശൈലിയൊന്നും ഈ എൻ്റെ അളിയനെ സംബന്ധിച്ചിടത്തോളം വലിയ പാടാണ്. ഒരു കേന്ദ്രമന്ത്രി, ടൂറിസം മന്ത്രി, തൃശ്ശൂർ പോലെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന ഒരു നല്ല സ്ഥലത്ത് നിന്ന് ജയിച്ച ഒരാൾ ഈ കൊടി താഴെ വെക്കാതെ പിടിച്ചുകൊണ്ട് നടക്കുന്നതാണോ സ്വാതന്ത്ര്യം? അങ്ങനെയുള്ള സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അംഗനവാടിയിലും ബാലവാടിയിലുമൊക്കെ കാണുന്ന നമ്മുടെ പ്രധാനമന്ത്രി പാർലമെൻറ്റിൽ വിശേഷിപ്പിച്ച ഈ ബാലബുദ്ധി ഉണ്ടല്ലോ, ആ ബാലബുദ്ധിയുടെ ഭാഗമായി പ്രകടിപ്പിക്കുന്ന സംഗതികളാണതൊക്കെ. സത്യം പറഞ്ഞാൽ പുള്ളിയെ ഉപദേശിക്കാനൊന്നും ആർക്കും പറ്റില്ല. കാരണം പുള്ളിയൊക്കെ വേറൊരു കാലത്താണ് ജീവിക്കുന്നത്, വേറൊരു ലോകത്താണ് ജീവിക്കുന്നത്. സ്വീകാര്യമായ ആകെ തോന്നിയൊരു വിശദീകരണം എന്ന് പറഞ്ഞാൽ, പണ്ട് നമ്മുടെ മരിച്ചുപോയ മോഹനം വൈദ്യനുണ്ടല്ലോ, ഈ നാടൻ ചികിത്സയൊക്കെ ചെയ്ത നമ്മുടെ ഡോക്ടർമാർക്കൊക്കെ ഭയങ്കര എതിർപ്പുണ്ടായിരുന്ന മോഹനം വൈദ്യൻ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഈ എപ്പോഴും മുഖത്തൊക്കെ ഇങ്ങനെ ഈ സൗന്ദര്യവർദ്ധന വസ്തുക്കളൊക്കെ തേച്ച് പലർക്കും ഈ ഡിപ്രഷൻ, സൈക്കാട്രിക് പ്രോബ്ലംസ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാകാറുണ്ടത്രേ. അതുകൂടാതെ അവരുടെ ഒരു ഈ സ്വീകാര്യതയുടെ ഒരു ഗ്രാഫ്, അവരുടെ ഒരു അപ്രിസിയേഷൻ, ഈ ഒരാൾക്കൂട്ടം, അവരുടെ പടങ്ങൾ വിജയിക്കുന്നതിൻ്റെ ഒരു കണക്ക്, ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വൈറ്റലാണ്. അതിലെന്തെങ്കിലും നേരിയ വ്യത്യാസം വന്നാൽ ഇവരാകെ തളർന്നു പോകും. പലരും ഈ സ്ലീപ്പിംഗ് പിൽസ് പോലെയൊക്കെ കഴിച്ചാണ് ഉറങ്ങുന്നതെന്നൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഏതായാലും ഈ കൊടി ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്നത് ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ കൊടി കെട്ടും, കൊടി കടിച്ചു പിടിക്കും, കൊടി തലയെ പിടിക്കും. സുരേഷ് ഗോപിയല്ലേ എന്തും ചെയ്യും. ഇവരൊക്കെ ഈ തിരശീലയിൽ കാണുന്നത് സ്ക്രിപ്റ്റഡ് ക്യാരക്ടേഴ്സായിട്ടാണ്. നല്ല ആലോചനയുള്ള സംവിധായകന്മാർ എഴുതിയുണ്ടാക്കി ഡയലോഗുകൾ പല പ്രാവശ്യം പറയിച്ച് പിന്നെ അത് സാങ്കേതികതയോടുകൂടി ചേർത്ത് വെച്ചാണ് നമ്മൾ ഈ കാണുന്ന പൊട്ടിത്തെറിക്കുന്നവരും ഞെട്ടിത്തെറിക്കുന്നവരും നമുക്ക് ആവേശം തോന്നുന്നവരെയൊക്കെ ഉണ്ടാവുന്നത്. അതല്ലാതെ ഈ ഫ്രെയിമിൽ നിന്ന് അങ്ങോട്ട് മാറ്റി നിർത്തി നോക്കിയാൽ യുദ്ധങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വിഷമമൊന്നും തോന്നണ്ട. സുരേഷ് ഗോപി സാറ് അതങ്ങ് താഴെ വെക്കും. ആകെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവരെ സമ്പൂർണ്ണമായി എല്ലാം നൽകിയിട്ട് ഒരു 50 പൈസ ഇഞ്ഞെടുക്കും. അങ്ങനെ ഒരു 50 പൈസയുടെ കുറവ് വരുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്.